ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷിന്റെ ഒപ്പം വന്ന സുഭാഷിനെയും നികേഷിനെയും കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് രാജീവും അരുണുമെല്ലാം. അപ്പൊ സുധീഷ് പറയുന്നു, എന്നെ അന്വേഷിച്ചു വന്ന എന്റെ ബ്രദേഴ്സിന്റെ വണ്ടിയും എന്നെ കടത്തിക്കൊണ്ടുപോയവരുടെ വണ്ടിയും തമ്മിൽ ചെറിയൊരു ആക്സിഡന്റ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി സകലരെ അങ്ങ് അടിച്ചു നിരത്തി. ഇത് കേട്ട് രാജീവ് ചോദിക്കാണ്, ആരാ സുധീഷ് എങ്ങനെയൊക്കെ ചെയ്തത്? അവനെ വെറുതെ വിടാൻ പാടില്ല. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അയ്യോ അവരെ കണ്ടുപിടിക്കാൻ നിങ്ങളും മെനക്കെടുക്കൊന്നും വേണ്ട, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ സുധീഷ് ഉറക്കെ ഹരീഷ് എന്ന് വിളിക്കുകയാണ്. ഇങ്ങോട്ട് വാടാ, നടക്കടാന്ന് പറഞ്ഞ് ഹരീഷ് ആ ഗുണ്ടയെ തല്ലിച്ചതച്ച് അവിടേക്ക് കൊണ്ടുവരികയാണ്. ഇത് കണ്ട് ഞെട്ടി ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് രാജീവ് അരുണും. നിധി സംശയത്തോടുകൂടി നിൽക്കുന്നു. അരുൺ ഓർക്കുന്നോ ആ ഗുണ്ടയോട് പറഞ്ഞത്, ഉടനെ ആ സ്ഥലം മാറ്റ്, ഞാൻ പറയുന്നിടത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകും. പുഞ്ചിരിച്ച് രാജീവിനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുന്നു, ദേ ഇവനാ എന്നെ തട്ടിക്കൊണ്ടുപോയത്. അപ്പൊ രാജീവ് ചോദിക്കാണ്, ഇവനാണോ സുധീഷേ? ഇവനാണോ മോഷ്ടിച്ചത്? അങ്ങനെ ആ ഗുണ്ടയുടെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് രാജീവ് ചോദിക്കുന്നു, ആരാടാ നീ? ആരുടെ ആളാടാ നീ? പറയടാ, പണവും സ്വർണ്ണവും ഒക്കെ എവിടെ? എന്റെ മരുമകനെ നീ എന്തിനാ കടത്തിക്കൊണ്ടുപോയത്? അങ്ങനെ ആ ഗുണ്ടയെ തല്ലുകയാണ് രാജീവ്. ടെൻഷനോടുകൂടി അരുൺ മനസ്സിൽ പറയുകയാണ്, എന്നോട് പറഞ്ഞിട്ട് അച്ഛൻ ധൃതി പിടിക്കുകയാണല്ലോ. രാജീവ് പറയുന്നു, സുധീഷെ ഇവനെ എനിക്ക് വിട്ടതാ, ഇവനെ അടിക്കുന്ന അടിയില് സത്യം പുറത്തു വരും. പറയടാന്ന് പറഞ്ഞ രാജീവ് ആ ഗുണ്ടയുടെ കരണപ്പൊക്കെ ചടിക്കുമ്പോൾ ആ ഗുണ്ടയെ പിടിച്ചു മാറ്റി മുന്നിലേക്ക് കയറി നിൽക്കുകയാണ് സുഭാഷ്. രാജീവ് ചോദിക്കുന്നു, എന്താ സുഭാഷെ? സുഭാഷ് അങ്ങോട്ട് മാറി നിൽക്ക്, അവനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാം. സുഭാഷ് ദേഷ്യത്തോടുകൂടി രാജീവിനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു, എന്താ സുഭാഷെ, എന്താ ഇങ്ങനെ നോക്കുന്നത്? ഹേമയും അരുണും ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. എന്താ സുഭാഷ് എന്ന് രാജീവ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞാൻ ഇവരെ രണ്ടുപേരെയും നിങ്ങളുടെ കൂടെ പറഞ്ഞു വിട്ടത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിധിയുടെ അച്ഛൻ എല്ലാം മറന്ന് വീട്ടിലേക്ക് വന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഒരു രാത്രി ഉറങ്ങി മകളെയും ഭർത്താവിനെയും വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ കൂടെ അവരെ പറഞ്ഞു വിട്ടതല്ലേ? ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ എന്തിനാ ഇവരോട് ഇങ്ങനെ മര്യാദയ്ക്കൊക്കെ സംസാരിക്കുന്നത്? ഇത്തിരി നേരം കൂടി കഴിഞ്ഞാണ് നമ്മൾ എത്തിയിരുന്നതെങ്കിൽ സുധീഷ് ഏട്ടന്റെ ബോഡിയും കൊണ്ട് നമുക്ക് മടങ്ങി പോകേണ്ടി വന്നേനെ. ഇത് കേട്ട് ഞെട്ടി നിധി ചോദിക്കുന്നു, എന്താ ഇവിടെ നടക്കുന്നത്? സുധീഷിനെ കൊന്നേനെ വന്നോ? ഹരീഷ് എന്തായി പറയുന്നത്? അച്ഛാ എന്താ അച്ഛാ സുഭാഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ അച്ഛനോട് സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തിയുടെ അച്ഛൻ തന്നെയാ എല്ലാത്തിനും കാരണം. ഇത് കേട്ട് നിധി ഞെട്ടി വിശ്വസിക്കാനാകാതെ രാജീവിനെ നോക്കുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തിയുടെ അച്ഛനാണ് ആളെ അയച്ച് സുധീഷ് ഏട്ടൻ പോയ വണ്ടി തടഞ്ഞു നിർത്തി സ്വർണവും പണവും എല്ലാം മോഷ്ടിച്ചത്. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ രാജീവിനെയും സുധീഷിനെയും നോക്കുകയാണ് നിധി. അച്ഛനോന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, അതെ ഏട്ടത്തി, സുധീഷ് ഏട്ടനെയും ഏട്ടത്തിയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയും ഏട്ടത്തിയെ ഇവിടെ നിർത്താൻ വേണ്ടിയാണ് ഏട്ടത്തിയുടെ അച്ഛൻ ഇതെല്ലാം ചെയ്തത്. ഇപ്പൊ പിടിക്കപ്പെട്ടപ്പോൾ നാടകം കളിക്കുകയാണ്. ആ ആക്സിഡന്റില് ഞങ്ങള് സുധീഷ് ഏട്ടനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഏട്ടത്തി ഈ സമയത്ത് സുധീഷ് ഏട്ടനെ ജീവനോടെ കാണില്ലായിരുന്നു. ഇത് കേട്ട് കണ്ണു നിറങ്ങിയ സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് ദേഷ്യത്തോടു കൂടി നിധി രാജീവിനോട് ചോദിക്കുന്നു, ഇവര് പറയുന്നതെല്ലാം സത്യമാണോ? ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയാണോ ഇതെല്ലാം ചെയ്തത്? രാജീവ് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ നിധി ദേഷ്യത്തോടു കൂടി ഉറക്കെ പറയുന്നു, പറയച്ചാ. അപ്പോൾ രാജീവ് പറയുകയാണ്, മോളെ നിധി അങ്ങനെയൊന്നും ഇല്ല, ഇവരെല്ലാവരും കള്ളം പറയുക. അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? മോള് പറ. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, ഓ അപ്പൊ പിന്നെ സാർ എന്തിനാ കാറിൽ വെച്ച് എന്നെ വെല്ലുവിളിച്ചത്? ഇത് കേട്ട് ഞെട്ടി നിധി സുധീഷിനെ നോക്കുമ്പോൾ ടെൻഷനോടുകൂടി നിധിയെ സുധീഷിനെ നോക്കുകയാണ് രാജീവ്. വെല്ലുവിളിയോന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, പറയട്ടെ. രാജീവ് പറയുകയാണ്, വേണ്ട. അങ്ങനെ ദേഷ്യത്തോടു കൂടി സുധീഷിന്റെ നേരെ വിരൽ ചൂണ്ടുകയാണ് രാജീവ്. സുധീഷ് ചോദിക്കുന്നു, എന്താ നിങ്ങൾ പ്ലാൻ ചെയ്താണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇങ്ങനെ ഒരു വഴി എന്റെ മേൽ കെട്ടിവെച്ച് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും വിചാരിച്ചില്ല. ഇത് കേട്ടൊന്ന് പതറി രാജീവ് പറയുകയാണ്, നിധി ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. നിന്നെയും നമ്മുടെ കുടുംബത്തെയും പിരിക്കാൻ വേണ്ടിയാ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവനെ വിശ്വസിക്കരുത് നിധി. മോൾ അകത്തേക്ക് വെക്കോ, ഞാൻ ഇവനോട് സംസാരിച്ചോളാം. ഹേമേ ഇവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ. നിധിയുടെ അരികിലേക്ക് വന്ന കയ്യിൽ പിടിച്ച് ഹേമ പറയുന്നു, നിധി അച്ഛൻ അവരോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞില്ലേ? അച്ഛൻ എല്ലാം നോക്കിക്കോളും. നീ വാ, നമുക്ക് മുകളിലേക്ക് പോകാം. നിധി ദേഷ്യത്തോടു കൂടി രാജീവിനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ രാജീവ് പറയുന്നു, അരുണെ നിധിയും കൂട്ടി അകത്തേക്ക് പോ. നിധിയുടെ അരികിലേക്ക് വന്ന കയ്യിൽ പിടിച്ച് അരുൺ പറയുന്നു, നിധി നീ അകത്തേക്ക് വാ, അച്ഛൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? സുധീഷും സുഭാഷും ഹരീഷും നികേഷും എല്ലാം നിധിയെ ശ്രദ്ധിക്കുകയാണ്. നിധി ദേഷ്യത്തോടുകൂടി രാജീവിനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അരുൺ പറയുന്നു, അകത്തേക്ക് വാ നിധി, നമുക്ക് പിന്നെ സംസാരിക്കാം. വാ വാ മോളേന്ന് ഹേമ പറയുമ്പോൾ കൈ തട്ടി മാറ്റി ദേഷ്യത്തോടുകൂടി ഉറക്കെ നിധി പറയുന്നു, എന്നെ വിട്. ആരെങ്കിലും എന്റെ ദേഹത്ത് കൈ വെച്ചാൽ അത്ര എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ അവരുടെ നേരെ വിരൽ ചൂണ്ടി നിധി രാജീവിന്റെ അരികിലേക്ക് വരുമ്പോൾ രാജീവ് പറയുകയാണ്, മോളെ നിധി ഞാൻ പറയുന്നത് കേൾക്ക്, ഇവനെ വിശ്വസിക്കരുത്. മോളുടെ അച്ഛനല്ലേ പറയുന്നത്. മോളെ നിധി ഞാൻ പറയുന്നത് കേൾക്കെന്ന് പറഞ്ഞ് രാജീവ് നിധിയുടെ തോളിലേക്ക് കൈവയ്ക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി രാജീവിനെ പിടിച്ചു തള്ളുകയാണ് നിധി. ഇത് കണ്ടു ഞെട്ടി നിധി എന്ന് വിളിക്കുകയാണ് രാജീവും അരുണും ഹേമയും. നിധി സുധീഷിനോട് ചോദിക്കുന്നു, അച്ഛൻ സുധീഷിനെ വെല്ലുവിളിച്ചായിരുന്നു? അപ്പോൾ സുധീഷ് പറയുകയാണ്, അതെ നിധി, അന്ന് നിധിയുടെ അച്ഛൻ എന്റെ കാറ് കയറിയെന്ന് പറഞ്ഞില്ലേ? അപ്പോ അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം നിധിയോട് പറയുകയാണ് സുധീഷ്. ഒരാഴ്ചയ്ക്കുള്ളിൽ നിധിയെയും സുധീഷിനെയും തമ്മിൽ പിരിക്കുമെന്ന് രാജീവ് പറഞ്ഞ കാര്യം സുധീഷ് പറയുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് നിധി. പിന്നീട് രാജീവ് വീട്ടിലേക്ക് വന്നതും ആരും കാണാതെ സുധീഷിനെ മാറ്റി നിർത്തി സംസാരിച്ചതുമെല്ലാം നിധിയോട് പറയുകയാണ്. തുടർന്ന്
സുധീഷ് പറയുന്നു, ഇവിടെ വന്നതിന് ശേഷവും നിധിയുടെ കുടുംബം എന്നെ ഒരുപാട് അപമാനിച്ചു. പക്ഷെ ഞാൻ അതൊന്നും വലിയ കാര്യമായി എടുത്തില്ല. നിധി ഇവരോടൊപ്പം സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ട ആ ഒറ്റ കാരണം കൊണ്ടാ. ഇത് കേട്ട് കണ്ണു നിറങ്ങി നിധി ചോദിക്കുന്നു, സുധീഷ് ഇവിടെ വന്നിട്ടും അപമാനിച്ചെന്നോ? ഇവരെന്താ ചെയ്തത്? ഇത് കേട്ട് രാജീവിനെ അരുണിനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് നടന്ന കാര്യങ്ങളെല്ലാം നിധിയോട് പറയുകയാണ്. രാജീവും അരുണും മോശമായി സുധീഷിനോട് സംസാരിച്ചതും അരുൺ സുധീഷിനെ തറയിലേക്ക് തള്ളിയിട്ട് പരിഹസിച്ചതുമെല്ലാം ഇത് കേട്ട് നിധിയും സുഭാഷും ഹരീഷും നികേഷുമെല്ലാം വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് രാജീവും അരുണുമെല്ലാം. തുടർന്ന് സുധീഷ് പറയുന്നു, ഈ സ്വർണവും പണവും ഒക്കെ എന്റെ കയ്യിൽ തന്നിട്ട് അവിടെ കൊണ്ട കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ പോലും എന്തെങ്കിലും എമർജൻസി ആയിരിക്കും, അതുകൊണ്ടാണ് എന്നോട് പോകാൻ പറഞ്ഞതെന്ന് വിചാരിച്ചത്. പക്ഷേ നിധിയുടെ അച്ഛൻ എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് എനിക്ക് അപ്പോഴറിയില്ലായിരുന്നു. ഇത് കേട്ട് രാജീവ് പറയുന്നു, എടാ മിണ്ടരുത് മോളെ നിധി, ഇവനെ വിശ്വസിക്കരുത്. ഇവൻ ആരാ? ഇവൻ ഇപ്പൊ നിന്റെ ജീവിതത്തിലേക്ക് വന്നവനാ. ഇവനെ വിശ്വസിക്കോ അതോ നിന്നെ വളർത്തി വലുതാക്കിയ അച്ഛനെ വിശ്വസിക്കുമോ? മോൾ എന്നെ വിശ്വസിക്കണം. ഇവൻ പറയുന്നതിനൊക്കെ എന്ത് തെളിവാ ഉള്ളത്? എനിക്ക് വേണമെങ്കിൽ പറയാലോ, എന്റെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടിയാണ് എന്റെ മോളെ അവൻ ഇവിടുന്ന് കൊണ്ടുപോയത്. അതിനുവേണ്ടിയാണ് ഇവൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് വായിൽ വരുന്നത് എന്തും പറയാമോ? തെളിവ് വേണം. തെളിവുണ്ടോന്ന് ചോദിക്കും മോളെ. ഇത് കേട്ട് നിധി സുധീഷിനെ നോക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, തെളിവല്ലേ വേണ്ടത്? തെളിവുണ്ട്. അങ്ങനെ ആ ഗുണ്ടയെ പിടിച്ച് രാജീവിന്റെ മുന്നിലേക്ക് നിർത്തി ഹരീഷ് പറയുകയാണ്, എടാ ചോദിക്കുന്നത് കേട്ടില്ലേ? നീ എന്താ മിണ്ടാൻ നിൽക്കുന്നത്? പറയടാ, നിങ്ങൾ ചോദിച്ച തെളിവ് ഇവൻ പറയും. ഭയത്തോടുകൂടി ആ ഗുണ്ട നടന്ന കാര്യങ്ങളെല്ലാം നിധിയോട് പറയുകയാണ്. രാത്രി സുധീഷിനെ രക്ഷിച്ച് ആ ഗുണ്ടയെ സുഭാഷും ഹരീഷും സുധീഷും നികേഷും കൂടി ചോദ്യം ചെയ്തു. സത്യം പറയടാന്ന് പറഞ്ഞ് ഹരീഷ് അയാളെ തല്ലുമ്പോൾ പറയടാന്ന് പറഞ്ഞ് സുധീഷും സുഭാഷും അയാളെ തല്ലി ചതയ്ക്കുകയാണ്. ഭയത്തോടുകൂടി അയാൾ പറയുന്നു, പറയാം. നിങ്ങൾ വരുന്ന വഴി കയ്യിലുള്ള പണത്തിന്റെ കണക്കുമെല്ലാം പറഞ്ഞ് ഈ കൊട്ടേഷൻ രാജീവ് ശങ്കർ സാർ ഏൽപ്പിച്ചതാ. അതുമാത്രമല്ല എന്തു വന്നാലും രാജീവ് ശങ്കർ സാറിന്റെ പേര് പുറത്തു വരരുതെന്നും പറഞ്ഞു. നിങ്ങളെ അടച്ചിട്ട് സാറ് പറയുമ്പോൾ കൊന്നു കളയാനാ പറഞ്ഞത്. തുടർന്ന് എല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നിധി. രാജീവും അരുണും ഹേമയും എല്ലാം കുനിങ്ങി നിൽക്കുമ്പോൾ നിധി ദേഷ്യത്തോടുകൂടി അവരെ നോക്കുകയാണ്. സുധീഷ് പറയുന്നു, ഞങ്ങൾ അടിച്ച അടിയില് ഇവന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടിപ്പോയി. ഇവൻ മാത്രമാ ഞങ്ങളുടെ കയ്യിൽ പെട്ടത്. ഭാഗ്യം കൊണ്ടാ ഇവനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. ഇല്ലെങ്കിൽ ഞാൻ നാടകം കളിക്കുകയാണെന്ന് പറഞ്ഞ് നിധിയുടെ അച്ഛൻ വലിയൊരു നാടകം നടത്തിയനെ ഇവിടെ. അപ്പൊ രാജീവ് പറയുകയാണ്, നിധി ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് കേൾക്കണം. ദേഷ്യത്തോടുകൂടി രാജീവിനെ തടഞ്ഞ നിധി പറയുന്നു, മതി. നിങ്ങളൊരു മനുഷ്യനാണോ? എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി? നിങ്ങളെ ഞാൻ എന്ത് വിശ്വസിച്ചതാ? എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചു വന്നതെന്ന് ഞാൻ സന്തോഷിച്ചു. എന്നെ വീണ്ടും ഈ വീട്ടിൽ അടച്ചിടണം, അതാണോ നിങ്ങളുടെ പ്ലാൻ? എന്താ ചെയ്ത് ഒന്നും മനസ്സിലായില്ല. എന്താ ഞാൻ പറയുന്നത് ഇവരാരും വിശ്വസിക്കാത്തത്? ഇവരാരും ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. എല്ലാവരും ഒരേപോലെയാണല്ലോ സംസാരിക്കുന്നത്. എന്തൊക്കെ ആലോചിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അരുൺ പറയുകയാണ്, നിധി അച്ഛൻ എന്ത് ചെയ്താലും നിന്റെ നന്മയ്ക്ക് വേണ്ടിയേ ചെയ്യുകയുള്ളൂ. ആ വീട്ടിലെ കുപ്പയിൽ ജീവിക്കേണ്ടവളാണോ നീ? നീ ഇവിടെ താമസിച്ച 4 ദിവസം എന്ത് സന്തോഷവതിയായിരുന്നു. അതെല്ലാം ഒന്ന് ആലോചിച്ചു നോക്ക്. അവിടെ പോയി നീ എന്തിനു കഷ്ടപ്പെടണം? ദേഷ്യത്തോടു കൂടി അരുണിനെ ഒന്ന് നോക്കിയിട്ട് കാലിലേക്ക് നോക്കി നിധി പറയുന്നു, കാല് വയ്യാത്തതല്ലായിരുന്നോ? ഞൊണ്ടി ഞൊണ്ടിയല്ലേ നടന്നുകൊണ്ടിരുന്നത്? അച്ഛൻ എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞതും വേഗം വന്ന് എന്റെ കയ്യിൽ പിടിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ നന്നായി നടക്കാൻ പറ്റുമായിരുന്നു. ഇത് കേട്ട് ഞെട്ടി സാന്ദ്ര അരുണിനെ നോക്കുകയാണ്. അരുണും രാജീവും ഹേമയും എല്ലാം ടെൻഷനോടുകൂടി നിൽക്കുന്നു. അരുൺ പറയുന്നു, ഞാൻ ഞൊണ്ടി ഞൊണ്ടിയാ നിന്റെ അടുത്തേക്ക് വന്നത്. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിധി പറയുകയാണ്, എടാ മഹാഭാവി, അപ്പൊ ഇതും ഡ്രാമയായിരുന്നോ? എന്ത് മനുഷ്യരാ നിങ്ങളെല്ലാവരും? എനിക്ക് നിങ്ങളെ പേടിയാ. എല്ലാവരും എന്തൊരു അഭിനയമായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ എന്നെ ഇവിടെ തന്നെ കൊന്നു കുഴിച്ചു മൂടിയനെയല്ലോ നിങ്ങൾ. ഇത് കേട്ട് രാജീവ് പറയുന്നു, നിധി സൂക്ഷിച്ച് സംസാരിക്ക്. അപ്പോൾ നിധി ചോദിക്കാണ്, എന്താ അച്ഛാ ഞാൻ സൂക്ഷിച്ച് സംസാരിക്കേണ്ടത്? നിങ്ങൾ എന്റെ അച്ഛനാണെന്ന് പറയാൻ പോലും എനിക്ക് അപമാനമാ. ഒരച്ഛൻ ചെയ്യുന്ന കാര്യമാണോ നിങ്ങൾ ചെയ്തത്? സുധീഷിനെ കൊല്ലാൻ തീരുമാനിച്ച നിങ്ങൾ എത്ര തരം താണു പോയി. നിങ്ങളുടെ അഭിമാനം അന്തസ് അതാണല്ലോ നിങ്ങൾക്ക് പ്രധാനം. സ്വന്തം മകളുടെ സന്തോഷം നിങ്ങൾക്കൊരു വലിയ കാര്യമല്ലല്ലോ. നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറിനോട്, ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട് ഒളിച്ചോടി പോയ എന്റെ മകൾ തിരിച്ചു വന്നു. അവളെ ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇനി അവളെ എന്റെ മകളാ. എന്റെ മകൾ ഇനിയും എന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയണം. അതിനുവേണ്ടി നിങ്ങൾ ഏത് ലെവലിലേക്ക് വേണമെങ്കിലും പോകും. നിധിയുടെ അരികിലേക്ക് വന്ന് രാജീവ് പറയുകയാണ്, മോളെ അച്ഛൻ മോളുടെ നല്ലതിനു വേണ്ടിയാ. പിന്നോട്ട് മാറി തടഞ്ഞുകൊണ്ട് നിധി പറയുന്നു, എന്റെ അടുത്തേക്ക് വരരുത്. അപ്പോൾ രാജീവ് പറയുകയാണ്, നിധി ഞാൻ പറയുന്നത് കേൾക്ക്. അപ്പോൾ നിധി പറയുകയാണ്, അടുത്തേക്ക് വരരുതെന്നല്ലേ പറഞ്ഞത്? നിങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് ഭയമാ. നിങ്ങളെ വിശ്വസിച്ച് വീണ്ടും ഈ വീട്ടിലേക്ക് വന്ന് ചതിക്കപ്പെട്ട് നിൽക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് അപമാനം തോന്നുവാ. മതി, നിങ്ങൾ ഇതുവരെ എനിക്ക് ചെയ്ത എല്ലാ നന്മയും മതി. ഇനി നിങ്ങളെ ഒന്നും എനിക്ക് കാണണ്ട. അമ്മ, അച്ഛൻ, അനുജത്തി എന്ന് പറഞ്ഞ് ഒരു ബന്ധവും പറഞ്ഞ് ആരും എന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കരുത്. ഇനി നിങ്ങളാരോ ഞാനാരോ. അങ്ങനെ കണ്ണു നിറങ്ങി ദേഷ്യത്തോടുകൂടി നിധി അകത്തേക്ക് പോകുമ്പോൾ മോളെ നിധി എന്ന് വിളിച്ച് തകർന്നു നിൽക്കുകയാണ് രാജീവ്. അച്ഛാന്ന് വിളിച്ച് അരികിലേക്ക് ഓടിച്ചെന്ന് കയ്യിലേക്ക് പിടിക്കുകയാണ് അരുൺ. രാജീവേട്ടാന്ന് വിളിച്ച് കയ്യിൽ പിടിച്ച് പൊട്ടിക്കരയുകയാണ് ഹേമ. സുധീഷിന്റെയും തന്റെയും ബാഗ് എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് നിധി. എല്ലാവരും വിഷമത്തോടുകൂടി നിധിയെ നോക്കുമ്പോൾ നിധി പറയുന്നു, നമുക്ക് പോകാം വാ. ഹേമ ചോദിക്കുന്നു, എന്താടാ ഇവള് പറയുന്നത്? സുധീഷും
സുഭാഷും നികേഷും ഹരീഷും എല്ലാം നിധിയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. നികേഷ് പറയുന്നു, ഏട്ടത്തി ഇവരെ വെറുതെ വിടരുത്, ഇവര് സുധീഷ് ഏട്ടനെ കൊല്ലാൻ നോക്കിയവരാ. എല്ലാവരുടെ പേരിലും പോലീസ് കംപ്ലൈന്റ് കൊടുക്കുക ഏട്ടത്തി. ഒരാളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ നോക്കുന്നത് നിയമത്തിന്റെ മുന്നിൽ തെറ്റല്ലേ? സാക്ഷി പറയാനോ ആളുണ്ട്, നമുക്ക് കംപ്ലൈന്റ് കൊടുക്കുക ഏട്ടത്തി. ഇത് കേട്ട് രാജീവ് ദേഷ്യത്തോടു കൂടി നികേഷിനെ നോക്കുമ്പോൾ സുഭാഷ് പറയുന്നു, നികേഷെ വിട്ടേര്, ഇവര് ചെയ്ത പാപത്തിന്റെ ഫലം ഇവര് തന്നെ അനുഭവിക്കും. വാ മോളെ വാ പോകാന്ന് പറഞ്ഞ് സുഭാഷ് നിധിയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങുകയാണ്. നിധി അവരുടെ ഒപ്പം പോകാനായി തുടങ്ങുമ്പോൾ രാജീവ് ഉറക്കെ നിധിന്ന് വിളിക്കുന്നു. തിരിഞ്ഞു നോക്കാതെ നിധിയും സുധീഷും സുഭാഷും ഹരീഷും അവിടെ നിൽക്കുമ്പോൾ രാജീവ് പറയുന്നു, നിധി നീ ചെയ്യുന്നത് തെറ്റാണ്, പിന്നെ നീ ഒരുപാട് വിഷമിക്കും. അപ്പോൾ നിധി പറയുകയാണ്, 23 വർഷം വളർത്തിയ നിങ്ങളെക്കാട്ടിലും എനിക്കിപ്പം ഇവരാണ് വലുത്. എനിക്ക് ഒരു വിഷമവും ഇല്ല. ഞാൻ ഇവിടുത്തേക്കാട്ടിലും അവിടെ സന്തോഷമായിട്ടും സമാധാനത്തോടും കൂടിയാണ് കഴിയുന്നത്. ചത്താലും ഈ വീടിന്റെ ഭാഗത്തേക്ക് വരില്ല. നിങ്ങളും എന്നെ അന്വേഷിച്ചു വരരുത്. ഗുഡ് ബൈ. നിധി രാജീവിന്റെ വീടിന്റെ പടി ഇറങ്ങി ഗേറ്റിന്റെ അരികിലേക്ക് പോകുമ്പോൾ പിന്നാലെ വരികയാണ് സുഭാഷും അനുജന്മാരും. കണ്ടിറങ്ങി എന്ന് ആലോചിച്ച് നിധി തിരിഞ്ഞു നിൽക്കുമ്പോൾ എല്ലാവരും നിധിയെ ശ്രദ്ധിക്കുന്നു. കരഞ്ഞുകൊണ്ട് നിധി സുധീഷിനോട് പറയുന്നു, സോറി. നിധി എന്താ ഇതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, നടന്ന എല്ലാത്തിനും ഒരു വിധത്തില് ഞാനും കാരണക്കാരിയാ. അപ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി ഇത്? അവര് ചെയ്ത തെറ്റിന് നിധി എന്ത് ചെയ്യാനാ? അത് വിട്ടേര്. സുഭാഷിന്റെയും ഹരീഷിന്റെയും നികേഷിന്റെയും മുന്നിൽ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് നിധി പറയുന്നു, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുക. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ ഇത്? ക്ഷമയൊക്കെ ചോദിച്ച് അതൊന്നും വേണ്ട, കൈ താഴ്ത്തിയിട്. നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾക്ക് സുരക്ഷിതമായി തിരിച്ചു കിട്ടിയില്ലേ, അത് മതി. വാ നമുക്ക് പോകാം, ഇവിടെ അധിക നേരം നിൽക്കണ്ട. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, അതെ ഏട്ടത്തി, ഈ വീടിന്റെ വൈബേ ശരിയല്ല, നമുക്ക് ആദ്യം ഇവിടുന്ന് പോകാന്ന് പറഞ്ഞ് സുഭാഷ് എല്ലാവരെയും കൂട്ടി മുന്നോട്ട് നടക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് സുധീഷ് പറയുന്നു, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. അങ്ങനെ സുധീഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എടാ നീ എവിടെ പോകുക? അപ്പൊ സുധീഷ് പറയുകയാണ്, ഒരു മിനിറ്റ് സുഭാഷ് ഏട്ടാ, ഇപ്പൊ വരാം, ഒരു ചെറിയ ജോലി ബാക്കിയുണ്ട്. അങ്ങനെ സുധീഷ് അകത്തേക്ക് പോകുമ്പോൾ സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് സുഭാഷും സുധീഷും നികേഷും ഹരീഷും നിധിയെല്ലാം. തുടർന്ന് വളരെ ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറി വന്ന സുധീഷ് ആരുണ്ടെ കാരണം മുഖം ചടിക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് രാജീവും ഹേമയും സാന്ദ്രയും. കവളിൽ കൈവച്ച് ഞെട്ടി അരുൺ സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എടാ ഈ 2 ദിവസം കൊണ്ട് ഞാൻ എത്ര അടി വാങ്ങി, അതിൽ ഒന്നെങ്കിലും നീ വാങ്ങണം. അങ്ങനെ സുധീഷ് വീണ്ടും അരുണിനെ തല്ലുമ്പോൾ ദേഷ്യത്തോടു കൂടി ഉറക്കെ എടാന്ന് വിളിക്കുകയാണ് രാജീവ്. രാജീവിന്റെയും അരുണിന്റെയും നേരെ വിരൽ ചൂണ്ടി മിണ്ടരുതെന്ന് കാണിച്ച് സുധീഷ് ചോദിക്കുന്നു, മുഖം മൂടി വന്ന് എന്നെ അടിച്ചത് നീയല്ലേടാ, അതിനുവേണ്ടിയാടാ ഈ അടി. അങ്ങനെ സുധീഷ് വീണ്ടും അരുണിനെ തല്ലുകയാണ്. അരുൺ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അരുണിനെ തല്ലി പിടിച്ചു തല്ലുകയാണ് സുധീഷ്. നീ ആരുടെ ദേഹത്താണ് കൈവയ്ക്കുന്നതെന്ന് ചോദിച്ച് രാജീവ് ദേഷ്യത്തോടുകൂടി സുധീഷിന്റെ നേരെ കൈ ഉയർത്തുമ്പോൾ കൈയിൽ കയറി പിടിച്ച് തടഞ്ഞ് സുധീഷ് പറയുന്നു, പ്രായത്തിൽ മുതിർന്ന ആളായതുകൊണ്ട് വെറുതെ വിടുക, എന്നെ കൊണ്ട് ദേഹത്ത് കൈ വെപ്പിക്കരുത്. അങ്ങനെ സുധീഷ് രാജീവിന്റെ കൈ തള്ളി മാറ്റുമ്പോൾ അരികിലേക്ക് ഓടി വന്ന സുധീഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് അരുൺ ചോദിക്കുന്നു, നീ ആരുടെ ദേഹത്താണ് കൈവയ്ക്കുന്നത്? അങ്ങനെ അരുൺ തല്ലാനായി തുടങ്ങുമ്പോൾ കൈയിൽ കയറി പിടിച്ച് തടഞ്ഞ് അരുണിനെ പിടിച്ചു തള്ളി ഷട്ടിൽ കുത്തിപ്പിടിക്കുകയാണ് സുധീഷ്. അരുണും സുധീഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിക്കുന്നു. ഇത് കണ്ട് അരുണെ ഉറക്കെ വിളിച്ച് തടയുകയാണ് രാജീവ്. അരുൺ വിടാനല്ലേ പറഞ്ഞത്? ഇത് കേട്ട് അരുൺ കൈയെടുക്കുമ്പോൾ സുധീഷും അരുണിന്റെ ഷട്ടിൽ നിന്നും കൈയെടുക്കുന്നു. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങളുടെ ആളുകൾ എന്നെ തട്ടിക്കൊണ്ടുപോയ കാറ് പുറത്തുണ്ട്, അത് ഞാൻ എടുത്തോണ്ട് പോവുക. അങ്ങനെ ആ വണ്ടിയുടെ കീ എടുത്ത് കാണിക്കുകയാണ് സുധീഷ്. ഇത് കണ്ട് ഒന്നും വിടാൻ നിൽക്കുകയാണ് എല്ലാവരും. സുധീഷ് പറയുന്നു, നിങ്ങൾക്ക് ആ വണ്ടി വേണമെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ആളെ അയച്ച് ഡ്രൈവറിനെ വെച്ച് എടുത്തോണ്ട് വാ. അപ്പൊ പോട്ടെ അമ്മയ്യച്ച. രാജീവ് സുധീഷിന്റെ മുഖത്തേക്ക് നോക്കാതെ തിരിഞ്ഞു നിൽക്കുമ്പോൾ അരുണിനെ അടിക്കാനായി കൈ ഓങ്ങുകയാണ് സുധീഷ്. അരുൺ പിന്നോട്ടേക്ക് മാറുമ്പോൾ പുഞ്ചിരിച്ച അരുണിന്റെ കവളിൽ തട്ടി സുധീഷ് പറയുന്നു, പോട്ടെ അളിയാ. അങ്ങനെ സുധീഷ് വിരൽ ചൂണ്ടി അരുണിന് താക്കീത് കൊടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് രാജീവും അരുണും. തുടർന്ന് പുറത്തേക്ക് വന്ന സുധീഷിനോട് സുഭാഷ് ചോദിക്കുന്നു, എടാ പിന്നെയും വഴക്കുണ്ടാക്കാൻ പോയതാണോ നീ? അപ്പൊ സുധീഷ് പറയുകയാണ്, പിന്നെ ഇനി അവരോട് വഴക്കുണ്ടാക്കാൻ എന്താ ഉള്ളത്? നമ്മൾ 5 പേരല്ലേ, വീട്ടിലേക്ക് എങ്ങനെ പോകുമെന്ന് ആലോചിച്ചോ? അത് ശരിയാണല്ലോ എന്ന് നികേഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, നമുക്കൊരു വണ്ടി പിടിച്ചു പോകാം. സുധീഷ് ചോദിക്കുന്നു, എന്തിന്? എന്നെ തട്ടിക്കൊണ്ടു പോയവരുടെ കാറ് ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് അതിൽ പോകാം. കാറ് തിരിച്ചു വേണമെങ്കിൽ ആളെ വിട്ട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. സുഭാഷ് ചോദിക്കുന്നു, അതൊക്കെ എന്തിനാടാ? അതൊന്നും വേണ്ട, ഹരീഷ് പറഞ്ഞതുപോലെ നമുക്കൊരു ടാക്സി പിടിച്ചു പോകാം. അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ പറയുന്നത് കേൾക്ക്, നമുക്ക് 5 പേർക്കും സുഖമായിട്ട് ഇതിൽ പോകാം. ഇന്നലെ വണ്ടി എടുത്തപ്പോ നോക്കിയായിരുന്നു, ടാങ്ക് ഒക്കെ ഫുള്ളാ, ഫ്യൂവൽ ചെലവ് ലാഭമാകും. അതൊന്നും വേണ്ടാടാന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ സുധീഷ് പറയുന്നതാ ശരി, നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്? അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈവറെ അയച്ച് കാർ എടുത്തോട്ടെ. സുധീഷ് പറയുന്നതാ ശരി. ഇത് കേട്ട് പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, ഇപ്പോഴാ നിധി ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ തുടങ്ങിയത്. വാ നമുക്ക് പോകാം. നിധി പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുകയാണ്. വാദം പറഞ്ഞ് സുധീഷ് എല്ലാവരെയും കൂട്ടി കാറിലേക്ക് കയറുകയാണ്. അങ്ങനെ അവർ ആ കാറിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് മടങ്ങി പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്